ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഉടനടി നമുക്കൊക്കെ മറുപടി പറയാനുള്ളത് ഈ ഒരു സമയത്ത് മൊബൈൽ അഡിക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. നമ്മുടെയൊക്കെ മക്കൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഓൺലൈൻ മൊബൈൽ അഡിക്ഷൻ. സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എന്നൊക്കെ പല പേരുകളിട്ട് നമുക്ക് വിളിക്കാം. ജർമ്മനിയിലെ ഒരു കൂട്ടം റിസർച്ചേഴ്സ് നടത്തിയൊരു പഠനമുണ്ട്. 48ഓളം പാർട്ടിസിപ്പൻസിൻ്റെ MRI സ്കാൻ ചെയ്ത് എടുത്ത ഒരു പഠനത്തിൽ ഏകദേശം 50% ഓഫ് ദ സ്റ്റുഡൻസ്, അതിൽ 50% ആളുകൾ അതിതീവ്രമായി മൊബൈൽ അഡിക്ഷനിൽ പെട്ടുപോയ ആളുകളും ഏകദേശം അത്ര തന്നെ ആളുകൾ മൊബൈൽ അഡിക്ഷൻ ഇല്ലാത്ത ആളുകളും. ഇവരുടെ ബ്രെയിനിൻ്റെ MRI പരിശോധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞ ഏറ്റവും വലിയൊരു വസ്തുത ബ്രെയിനിൻ്റെ ഗ്രേ മാറ്ററിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണപ്പെട്ടു. ഗ്രേ മാറ്ററിനെ എഫക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ ഫിസിക്കൽ ചേഞ്ച്, അപ്പിയറൻസ്, അതിൻ്റെ സൈസ് എല്ലാത്തിലും പ്രകടമായ മാറ്റങ്ങൾ. അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുക, നമുക്കറിയാം, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ വളരെ കോറായിട്ടുള്ള നമ്മുടെ മെമ്മറി സിസ്റ്റം, ഇതിനെയെല്ലാം അതിതീവ്രമായി ബാധിക്കുന്നതായിട്ടാണ് ഈ റിസർച്ചേഴ്സ് ഫൈനലൈസ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെയൊക്കെ മക്കൾ എത്രത്തോളം മൊബൈൽ ഓൺലൈൻ മീഡിയാസുമായി അഡിക്റ്റഡ് ആകുന്നു അത്രത്തോളം ബ്രെയിനിനെ ഡാമേജ് ചെയ്യാവുന്ന അത്രയ്ക്ക് എത്രത്തോളം അവർ പറഞ്ഞു നിർത്തിയില്ല. ഏകദേശം ഒരു അമേരിക്കൻ പൗരൻ ഉപയോഗിക്കുന്ന കൊക്കൈൻ യൂസ് ചെയ്ത ഒരാളുടെ ബ്രെയിനും ഒരു മൊബൈൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ബ്രെയിനും പരിശോധിക്കുമ്പോൾ ഏകദേശം സിമിലർ ആയിട്ടുള്ള റിസൾട്ടാണ് കാണിക്കുന്നത് എന്നറിയുമ്പോഴാണ് നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചിരുന്നു പോകുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, നമ്മളുടെ കുട്ടികളൊക്കെ പെട്ടെന്നാണ് ഒരു വല്ലാത്തൊരു ബിഹേവിയറൽ ചേഞ്ചാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള ഒരു അല്പം ന്യൂറോ സയൻസ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ശരിക്കും നമ്മൾക്കൊരു കാര്യം വേണമെങ്കിൽ എന്താ ശരിക്കും സംഭവിക്കുക, അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വല്ലാത്തൊരു വെപ്രാളോ ഒരു വല്ലാത്തൊരു വെരുകൽ നമുക്ക് ഇവരിൽ കാണാൻ പറ്റും. നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടില്ലേ? അതങ്ങോട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു ആനക്കലി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കലിയാണ് കാണാൻ പറ്റുക. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചു വീണ ഓരോ കുട്ടിയുടെയും ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഒരു വർക്കാണിത്. നമ്മൾക്കൊരു കാര്യം അതിതീവ്രമായിട്ട് ആവശ്യമാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ സിഗ്നൽ കൊടുക്കുന്നുണ്ട്, ഡോപ്പാമിൻ എന്ന് പറയുന്ന ആ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ കെമിക്കൽ റിലീസ് ചെയ്തുകൊണ്ട്. ഈ ഡോപ്പാമിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് കിട്ടിയേ അടങ്ങും. ഒരു എക്സ്ട്രീം ലെവലിലുള്ളൊരു മോട്ടിവേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡോപ്പാമിൻ ഹിറ്റ് ഉണ്ടാവണേ. അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം അടങ്ങുന്ന രീതിയിലേക്ക് ശരിക്കും ഈ അഡിക്റ്റീവ് കാര്യങ്ങളെല്ലാം ഒരു സബ്സ്റ്റാൻസിനോടുള്ള ഒരു അഡിക്ഷൻ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതിലും ഒരു പടി തീവ്രമാണ് ശരിക്കും ഇന്ന് നിലനിൽക്കുന്ന മൊബൈൽ ഫോൺ അഡിക്ഷൻസ് എല്ലാം എന്ന് നമ്മൾ പറയേണ്ട വരും. ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയാം, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം, നമ്മളൊരു സിനിമ കാണുകയാണെന്ന് വിചാരിക്കുക. നമ്മളൊരു സിനിമ കാണുമ്പോൾ നമ്മൾ ആ സിനിമയിൽ പൂർണ്ണമായി ലയിച്ചിരിക്കുന്ന ഒരു നിമിഷം നമ്മൾ പോലും അറിയാതെ നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ സിനിമയിൽ ചിരി വരുമ്പോൾ നമ്മൾ പൊട്ടിച്ചിരിക്കുകയും കരച്ചിൽ വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ മറ്റാരും കാണാതെ കണ്ണുകൾ തുടക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ. ശരിക്കും ഇതുപോലെ തന്നെ ഇമാജിനേഷനും റിയാലിറ്റിയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റില്ല. നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കുക, കുട്ടികൾ ഗെയിമും അല്ലാതെ കളിക്കുന്ന കുട്ടികൾ. ഞാൻ എപ്പോഴും ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു കാര്യം, എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും വയലൻ്റ് ആയിട്ടുള്ള ഗെയിമുകൾ കളിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും അറ്റാക്കിംഗ് ടെൻഡൻസി ഉള്ള ഗെയിമുകൾ കളിക്കുന്നത്? കാരണം അതിൽ ഒരുപാട് ത്രില്ലുകളുണ്ട്. ഒരാളെ ചെന്ന് വെടിവെച്ചിടലും മാത്രമല്ല 150 പ്രാവശ്യം ബുള്ളറ്റ്സ് അടിച്ച് കയറ്റാണ്. അപ്പം അയാളിൽ ഉണ്ടാവുന്ന ജെർക്കിങ് ഇവരുടെ ബ്രെയിനിൽ ഒരു വല്ലാത്തൊരു എക്സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മളിത് വളരെ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. ഏറ്റവും വലിയൊരു വിഷയമാണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത്തരത്തിൽ ഇവർ കളിക്കുന്ന ഗെയിമുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ പിടിച്ചൊരു ഗെയിമാണ്. സ്വാഭാവികമായിട്ടും ഇവർ ആ ഗെയിം കളിക്കുന്ന ആളായി മാറുകയാണ്. റീസെൻ്റ്ലി ഞങ്ങൾ സ്കൂളിൽ ഒരു ട്രെയിനിങ് പോയപ്പോൾ, ഒമ്നിബസ് ടീം ഒരു ട്രെയിനിങ്ങിന് പോയപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പറയും, നിങ്ങളിൽ എത്ര പേര് PUBG കളിക്കുന്നുണ്ട്? ക്ലാസ് റൂമിലെ ഏകദേശം ഒരുവിധം ആളുകളും കൈപൊക്കി എന്നുള്ളതാണ്, പെൺകുട്ടികളടക്കം. പാതിരാത്രി 2:30-3 മണിക്ക് ഇരുന്നിട്ട് ഗെയിമിൻ്റെ ബട്ടണിൽ ലോകത്തിൻ്റെ വേറെ എവിടെയോ ഇരിക്കുന്ന ആളെ ഇട്ടിരുന്നിട്ട് ഡ്രോപ്പ്ഡ് എന്നൊക്കെ ഇവരുടെ ഭാഷയിൽ പറയാണ്. ഇതുപോലെ തന്നെ അമേരിക്കയിലെ കൊളംബിയയിലെ ഒരു സ്കൂളിൽ ഒരു കുട്ടി പിസ്റ്റലുമായി വന്ന് 250ഓളം
പാടികളെ വെടിവെച്ച് കൊന്നിട്ട് ഉള്ളൊരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതിന് പിന്നിലെ കാരണം എന്ന് റിസർച്ചേഴ്സ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് മറ്റൊന്നുമല്ല, ഒരു GTA വൈസ് സിറ്റി പോലത്തെ ഗെയിമിൻ്റെ പേര് മറ്റെന്തോ ആണ്, ഇത്തരത്തിലുള്ളൊരു വയലൻ്റ് ആയിട്ടുള്ളൊരു ഗെയിമിൽ നിന്നാണ് അവർക്ക് ആ ഒരു പ്രചോദനം കിട്ടിയതെന്നാണ്. അപ്പോൾ ആക്ച്വലി ഇത്തരത്തിലുള്ള ഒരുപാട് ഇഷ്യൂസ് ഇനി നിങ്ങൾ നോക്കുക, ഇവരുടെ ഇന്റർപേഴ്സണൽ സ്കിൽസിനെ നമ്മളിത് പരിശോധിച്ച് നോക്കുക. ഒരാളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് കണ്ണീക്ക് നോക്കി സംസാരിക്കാൻ എപ്പോഴും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് കഴിയില്ല. കാരണം അവരുടെ ബോഡി ലാംഗ്വേജ് പോലും ഒരു ഡിപ്രസ്ഡ് പേഴ്സൻ്റെ ബോഡി ലാംഗ്വേജിലേക്ക് പോകുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അവരുടെ പോസ്ചർ, അവരുടെ മൂഡ്, അവരുടെ എഫക്റ്റ് എല്ലാം ചേഞ്ച് ആവും. ഡെഫിനറ്റ്ലി ദിസ് ഈസ് എ പ്രൂവൺ റിയാലിറ്റി. ഇത് നമ്മളെ ചുറ്റും നമ്മൾ നോക്കിയാൽ കാണാവുന്ന കാര്യമാണ്. എണീറ്റ് നിന്ന് സംസാരിക്കാൻ പറ്റില്ല, ഒരാളുടെ മുഖത്ത് നോക്കാൻ കഴിയില്ല, പെട്ടെന്ന് തന്നെ ആങ്കർ വരും, പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് വിഷമം വരിക, പെട്ടെന്ന് മറ്റുള്ള ഇഷ്യൂസ് വരിക. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻ്റർപേഴ്സണൽ ഇഷ്യൂസ് ശരിക്കും എന്തിൽ വരുന്നുണ്ട്? ഈ എക്സ്ട്രീം മൊബൈൽ ടെറിഫിക് അഡിക്റ്റീവ് ആയിട്ടുള്ള ആളുകളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇൻ ഷോർട്ട്, പ്രോബ്ലംസിനെ പറ്റി കുറേ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ നമുക്കറിയാവുന്ന വാർത്താ മാധ്യമങ്ങൾ നിരന്തരം നമ്മളോട് പറയാനാണ്. എല്ലാ ദിവസവും നെഗറ്റീവ്സ് ഇങ്ങനെ വാരി തിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളും നമ്മളുടെ കുട്ടികളും. ഇതിന് എന്തുണ്ട് പരിഹാരം? പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഒരാഴ്ചയുടെ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കോട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റും. ഒരു കാര്യമില്ല, ലോകത്ത് പ്രശ്നങ്ങളെ പറ്റി സംസാരിച്ച് ഒരു കാര്യമില്ല. പക്ഷെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഈ വിഷയം എത്രത്തോളം ഗൗരവമാണെന്നുള്ളത് മാത്രമാണ്. ഇതിൻ്റെ ഈ ഗൗരവത്തിൻ്റെ ടോപ്പ് ലെവലിൽ നിന്നുകൊണ്ട് വേണം ഇതിൻ്റെ സൊല്യൂഷൻസിന് നമ്മൾ ആലോചിക്കുമ്പോൾ അത് നടപ്പിൽ വരുത്തുന്നിടത്ത്, അത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കാൻ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഏതാനും സൊല്യൂഷൻസ്. ഇന്നത്തെ കാലഘട്ടത്തിൽ 100% ഓൺലൈൻ മീഡിയാസിനെയോ മൊബൈൽ ഫോണിനെയോ ടെക്നോളജിയോ ഡിവൈസിനെയോ തള്ളിപ്പറഞ്ഞ് ജീവിക്കൽ നടക്കണ കാര്യമല്ല. ഇറ്റ്സ് ആൻ ഉട്ടോപ്യൻ കോൺസെപ്റ്റ്. So what we have to do, 100% avoiding is not at all possible. Abstinence ഒരിക്കലും പോസിബിൾ അല്ലാത്ത കാര്യം. അവിടെ ലിമിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. We have to limit their screen time. That is very important. എസ്പെഷ്യലി ഇന്ന് കുട്ടികൾ, ബഹുഭൂരിപക്ഷം എല്ലാ കുട്ടികളും ഓൺലൈൻ മീഡിയ ഉപയോഗിച്ച് പറ്റൂ എന്നുള്ളൊരവസ്ഥയിലാണ്. നമ്മൾ ഒരിക്കലും മൊബൈൽ നിങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞ കുട്ടികളുടെ കയ്യിൽ തന്നെ മാതാപിതാക്കൾ ഏറ്റവും പുതിയ മൊബൈൽ മേടിച്ചു കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇന്ന്. അല്ലാതെ അവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് വി ഹാവ് ടു ഡു, നമ്മൾ അവരുടെ സ്ക്രീൻ ടൈമിനെ വളരെയധികം ലിമിറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് കൃത്യമായ ചാനലൈസിങ്ങിലൂടെ മോണിറ്റർ ചെയ്ത് നമ്മളതിനെ ലിമിറ്റ് ചെയ്യണം. ലിമിറ്റ് ചെയ്ത് മാത്രം പോരാ, നമ്മൾ അവരെ ഒന്ന് ഫോൺ മേടിച്ച് വെച്ചിട്ട് നമ്മൾ ഫുൾ ടൈം ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഞാനടക്കം ഇൻസ്റ്റാഗ്രാമിലും ഞോണ്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് മൈ ഡിയേഴ്സ്. ഒന്നും സംഭവിക്കാൻ പോലുള്ള നമ്മളുടെ കുട്ടികൾ വീണ്ടും അതിനെ കോപ്പി ചെയ്ത് നമ്മളോട് ക്രോസ് ഫയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. സോ വി മസ്റ്റ് ബി എ സ്ക്രീൻ റോൾ മോഡൽ പ്ലെയറായി മാറണവരുടെ മുന്നിൽ. മൊബൈൽ ഫോണിൽ നമ്മളും സ്പെൻഡ് ചെയ്യുന്ന ടൈം അവരത്ര തന്നെ കാണാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കോൾ ചെയ്യാനും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി അനാവശ്യമായ കാര്യത്തിനുള്ള സ്ക്രീൻ ടൈം പാടെ ഒഴിവാക്കണം. ദെൻ മൂന്നാമത്തെ പോയിന്റ് മറ്റൊന്നുമല്ല, ഈ ഉറങ്ങാൻ നേരത്തുണ്ടല്ലോ നമ്മൾ ഈ മൊബൈൽ ഫോൺ നോക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഈ ബ്ലൂ ലൈറ്റ് നമ്മളുടെ ഉറക്കത്തെ സിസ്റ്റത്തിന് തകരാറിലാക്കുന്നുണ്ട്. പഠനമാണ്. അപ്പോൾ അത് തകരാറിലാക്കുമ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് മൊബൈൽ ഫോൺ പിടിച്ച് രാത്രി ഉറങ്ങാൻ കിടന്നാൽ ഒരുപാട് നേരം അങ്ങോട്ട് പോയി 2 മണി 3 മണിയൊക്കെ ആവുന്നത് ഇവർ പോലും അറിഞ്ഞിട്ടല്ല. So what we have to do, keep away our mobile phone from the bedroom. അല്ലെങ്കിൽ കുറച്ച് ദൂരത്തിൽ ഈ സാധനത്തിന് ഉറങ്ങുന്നതിനും 1 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ മാക്സിമം 1/2 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മാറ്റി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ the point number 4, നമ്മളിങ്ങനെ ഇരിക്കുന്തോറും ആക്ച്വലി ശരീരത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേസിനെസ് ആയിട്ടുള്ള, വളരെ ഒട്ടും ക്രിയേറ്റീവ് അല്ലാത്ത, വളരെ പാസീവായി അങ്ങോട്ട് ഇരുന്ന് പോകാമെന്ന് പറയില്ലേ, ആ ഒരു ഇരുന്നുപോക്കില്ലാതിരിക്കാൻ. ഒബസിറ്റിയാണ് ഇപ്പോൾ പലരും കാണുമ്പോൾ ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെക്കാളും ഭയങ്കരമായിട്ട് തടി വെച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല ഉരുണ്ടുണ്ടപ്പന്മാരായിട്ടുണ്ട്. കാരണം ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് കാണുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുക. കാരണം വെറുതെ ഇരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, സ്ക്രീനിൽ നോക്കിയിരിക്കുന്നു, തല കുമ്പിട്ടിരിക്കുന്നു. ഈ തല കുമ്പിട്ടിരിക്കുന്നത് തന്നെ നമ്മളുടെ ഇവിടുത്തെ ഈ നമ്മളുടെ നെക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ ഒരുപാട് സിസ്റ്റത്തിന് തകരാറുണ്ടാവുന്നുണ്ട്. പിന്നെ ഇയാൾക്ക് ഇങ്ങനെ തല നേരക്ക് പൊക്കാൻ പോലും പറ്റില്ല. സോ വാട്ട് ഐ ആം ടെല്ലിങ് ദാറ്റ് മറ്റൊന്നല്ല, വാട്ട് വി ഹാവ് ടു ഡു,
we have to do little bit exercise. അത് കമ്പൽസറി ആയിട്ട് എവറി ഡേ 20 to 30 മിനിറ്റ്സിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് എക്സസൈസ് നമ്മളുടെ മക്കളെ നിർബന്ധമായിട്ടും ചെയ്യിപ്പിക്കണം. അതിന് രാവിലെ 10 മണി 10:30 എഴുന്നേറ്റ് വന്ന് പല്ലും തേച്ച് വന്നാൽ പറ്റില്ല. മറിച്ച് അവരെ മിനിമം ഒരു 6 മണിക്കെങ്കിലും കുത്തിപ്പോക്കണം. എന്നിട്ട് എന്തെങ്കിലും വർക്കൗട്ടുകൾ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് അതിൻ്റെ രസം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരത് ചെയ്തോളും. കാരണം ഈ ഫിസിക്കൽ ഫിറ്റ്നസ് എക്സസൈസ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ വേറൊരു വലിയ സയൻസ് ഉണ്ട്. നമ്മൾ ഈ എക്സസൈസ് ചെയ്ത് നമ്മളൊന്ന് സ്വെറ്റ് ചെയ്ത് വിയർക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ നല്ല രക്തോട്ടം ഉണ്ടാവും, ബ്ലഡ് സർക്കുലേഷൻ വളരെ ഫാസ്റ്റ് ആവും, ബ്രെയിനിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് ബ്ലഡ് എത്തും. ഇത് നേരത്തെ പറഞ്ഞ മോട്ടിവേഷണൽ ഹോർമോണായ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കും. ഡോപ്പമിൻ വളരെ നല്ലൊരു സാധനമാണ്. പക്ഷേ ഡോപ്പമിൻ പോസിറ്റീവായ കാര്യത്തിനും നെഗറ്റീവായ കാര്യത്തിനും ബ്രെയിൻ ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഫിസിക്കൽ ഫിറ്റ്നസ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഉഷാറാകും. അപ്പോൾ വളരെ ഷുവറായിട്ടുള്ളൊരു കാര്യമാണ്. ഇതുപോലെ തന്നെ മെൻ്റൽ ഫിറ്റ്നസ്, മൈൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിലാക്സേഷൻ, ഒരു പ്രോഗ്രസീവ് റിലാക്സേഷൻ മെഡിറ്റേഷൻസ് ഒക്കെ പോലെ ജസ്റ്റ് ഒന്ന് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്, അധികം ടൈമൊന്നും വേണ്ട, പെർ ഡേ 2 minutes 2 to 3 minutes കമ്പൽസറി ആയിട്ട് മെഡിറ്റേഷൻ ചെയ്തിരിക്കണം. സിമ്പിൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വെറുതെ ഒരു ഭാഗത്ത് കണ്ണടച്ചിരിക്കുക, ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, ഫ്രീ ആയിട്ടിരിക്കുക 2-3 minutes. അതിലൂടെ മറ്റുള്ള ഇൻടോക്സിക്കൻസ് എല്ലാം അവിടെ സബ്സൈഡ് ചെയ്ത് വളരെ calm and feel free ആവും. Then the 5th point, the most രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റിലൂടെ നമ്മൾക്കിത് അവസാനിപ്പിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, സ്പെൻഡ് അവർ ക്വാളിറ്റി ടൈം വിത്ത് അവർ ഫാമിലി. നമ്മൾ വീട്ടിലുണ്ട്, നമ്മളെല്ലാവരും വീട്ടിലുണ്ട്. പക്ഷെ നമ്മളുടെ ഉള്ളിൽ, നമ്മളുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ, മൈൻഡിൻ്റെ അകത്ത് കിടന്നിട്ട് ഇങ്ങനെ കാൽക്കുലേഷൻസ്, ചിന്തകൾ ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ്. ചിലപ്പോൾ മോനോ മോളോ വന്നിട്ട്, അല്ലെങ്കിൽ വാപ്പയോ ഉമ്മയോ വന്നിട്ട്, അച്ഛനോ അമ്മയോ വന്നിട്ട് നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ പോലും നമ്മൾ അറിയുന്നില്ല. നമ്മൾ വേറെ ഏതോ ലോകത്ത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവിടെ എന്താവും, ഇനിയിപ്പോൾ ഇത് ബിസിനസ്, ഇത് മറ്റേത് വർക്കൗട്ട് ആവില്ല, ഇത് മൊത്തം പ്രശ്നം, ഇനി ലോക്ക്ഡൗൺ നീട്ടോ, ഒരുപാട് ന്യൂസ് ഇങ്ങനെ ഇൻടേക്ക് ചെയ്തുകൊണ്ട് ഇതെല്ലാം നമ്മളായി മാറുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളും നമ്മളുടെ മൈൻഡും തമ്മിൽ നമുക്ക് വേർതിരിക്കാൻ പറ്റാത്ത വിധം മൈൻഡിനോട് നമ്മൾ ഒട്ടിപ്പിടിച്ചിട്ട് 24 hours നമ്മളുടെ മൈൻഡ് നമ്മളുടെ തലക്കുള്ളിലിരുന്ന് നമുക്കെതിരെ ചലച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ഒരു മട്ടൻ ബിരിയാണി തിന്നാൽ പോലും നമുക്കതിൻ്റെ ടേസ്റ്റ് കിട്ടൂല. നമ്മൾ കഴിക്കുന്ന ഉള്ളിവടയുടെ ടേസ്റ്റിൽ അതിലെ ഒനിയനെ നമുക്ക് എപ്പോഴെങ്കിലും കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ? അതിൻ്റെ ഉള്ളിനെ നമുക്ക് കണ്ടെത്താൻ പറ്റൂല. കാരണം നമ്മൾ അറിയുന്നില്ല തിന്നു പോണത്. ആക്ച്വലി ഇതിങ്ങനെ ഒരു ഓട്ടോമാറ്റിക് പൈലറ്റ് സിസ്റ്റമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈഫ്. സോ ഇത് ശരിക്കും പാരൻസായ നമ്മൾക്കുള്ളൊരു ടാസ്ക്കാണ്. എത്രത്തോളം കോൺഷ്യസ് ആയി, എത്രത്തോളം പ്രസൻറ്റായി, എത്രത്തോളം പ്രസൻസിൽ നിന്നുകൊണ്ട്, എത്രത്തോളം പ്രസൻറ്റ് മൊമെൻറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മളെ ഫാമിലിയിൽ ഇടപെടാൻ പറ്റുന്നുണ്ടെന്നുള്ളത് എന്നെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചും ഏറ്റവും വലിയ ചലഞ്ചാണ്. അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ വിജയിച്ചു കൂട്ടാ, അല്ലെങ്കിൽ യാതൊരു സംശയമില്ല. നമ്മളെ പിള്ളേർ വന്നിട്ട് നമ്മളെ ഇങ്ങനെ കൊണ്ട് വിളിക്കുക, ഒന്ന് പോയ മനുഷ്യന് തലക്ക് പ്രാന്തിടിച്ചിരിക്കുക എന്ന് പറയണതിന് അപ്പുറത്തേക്ക് ഒരു ബോധത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ പ്രസൻറ്റ് മൊമെൻറ്റിനെ മീനിങ് ഫുള്ളാക്കി ജീവിക്കാനുള്ള ഒരു പ്രാക്ടീസ് നമ്മളെ ലൈഫിലുണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പോൾ പിന്നെ എല്ലാത്തിനും ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. ദർ ഈസ് നോ ഡൗട്ട്. അപ്പോൾ ഫാമിലിയിലുള്ള ടുഗദർനെസ്, ഫാമിലിയിലുള്ള ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കൽ, ഒരുമിച്ചിരുന്നുള്ള ചർച്ചകൾ, ഡിസ്കഷൻസ്, ഹാപ്പിനെസ് പോയിന്റുകൾ എല്ലാം നമ്മളിങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് കുട്ടികളെല്ലാം വളരെ ഹാപ്പിയാവും. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, അത് മറ്റൊന്നുമല്ല, ട്രിഗർ ദെയർ ഇന്നർ പൊട്ടൻഷ്യൽ. അവരുടെ ആന്തരികമായിട്ടുള്ള കഴിവും ശക്തിയും അതിനെ ഈ ലോക്ക്ഡൗൺ സമയത്ത്, ഈ ഒരു സമയത്ത് നമ്മൾ മസ്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങളുടെ കുട്ടി ചിലപ്പോൾ മിണ്ടാതിരിക്കുന്നു ഒരു സ്ഥലത്ത്, അവൻ അധികം സംസാരിക്കൊന്നുമില്ല. എന്താണ് അവൻ്റെ അപ്പോൾ ആന്തരികമായിട്ടുള്ള പൊട്ടൻഷ്യൽ, കഴിവെന്താണ് നമുക്കറിയാൻ പറ്റണം. ചിലപ്പോൾ നല്ല ചിന്തയുള്ളൊരുത്തനായിരിക്കും. ഒരുത്തനാണെങ്കിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി ചാടി ആകെ പരന്ന് നടക്കുക. അവനെക്കൊണ്ട് നോയ്സൻസ് ആണ് നമ്മൾ വിചാരിക്കണവനായിരിക്കും. അവനായിരിക്കും നല്ല കോർഡിനേറ്റ് ചെയ്യാനും ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ പെട്ടെന്ന് ചലിപ്പിക്കാനും മെഷീൻസ് അസംബിൾ ചെയ്യാനൊക്കെ കഴിവുള്ള ഒരാൾ. അപ്പം അങ്ങനെയുള്ള ഒരുത്തന് നമ്മൾക്ക് കുറച്ച് മെഷീൻസും സാധനങ്ങളും അല്ലെങ്കിൽ കുറച്ച് ടൂൾസും സാധനങ്ങളും ഒരു ടൂൾ കിറ്റും മേടിച്ചു കൊടുത്ത് അവൻ അതും വെച്ച് അവിടെ ഇരുന്നോളും. ഒരുത്തൻ ഫുൾ ടൈമിയോ പിന്നെ ഉറുമ്പിനെയും മുയലിനെയും താറാവിനെയും നോക്കി നടക്കണം, ഒരു മൈക്രോസ്കോപ്പ് മേടിച്ച് അതിലൂടെ ഇതിനൊക്കെ നോക്കി. നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുക, 3000 രൂപ മുതൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു മൈക്രോസ്കോപ്പുകൾ കിട്ടും.
അത് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇലയുടെ സ്ട്രക്ചറും ഉറുമ്പിൻ്റെ സ്ട്രക്ചറൊക്കെ അതിൽ കൂടെ നോക്കി അത്ഭുതം കൊള്ളും. നാളെ വലിയ ശാസ്ത്രജ്ഞന്മാരായി. ഒരുത്തൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അവനെ നമ്മൾ ഇപ്പോൾ ട്രെയിൻ ചെയ്യേണ്ടത് ഏതെങ്കിലും ലാംഗ്വേജ് ട്രെയിനിങ്ങിൽ ഏറ്റവും സൂപ്പർ പ്രോഗ്രാമിൽ കൊണ്ട് ചേർത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ CNN BBC നാളെ ന്യൂസ് വായിക്കുന്നത് അവനായിക്കൂടായില്ല. അപ്പോൾ എന്തോ ഒരു നന്നായിട്ട് പാട്ട് പാടാനുള്ള അവരുടെ ഓരോ വാസനകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ആവശ്യമില്ലാത്ത മൊബൈൽ ഫോണും അധികം കുത്തിപ്പിടിച്ചിരിക്കാൻ ഇവർക്ക് പറ്റില്ല. കാരണം ഇവർക്ക് വേറെ പണിയുണ്ട്. ഇന്നത്തെ പ്രശ്നം ഇവർക്ക് വേറെ പണിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ, ഞാൻ ഈ പറഞ്ഞൊക്കെ പരിമിതികളുണ്ട്. പുറത്തേക്ക് പോകാൻ പറ്റണ്ട കുട്ടികൾ. ശരിയാണ്, ഒന്നും ചെയ്യാനില്ല. നമ്മളെ വീടിൻ്റെ ആ കോമ്പൗണ്ട് വാളിൻ്റെ 10-15 സെൻറ്റ് സ്ഥലത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് അടുത്തൊരു ഈ ഒരു പീരീഡൊക്കെ മാറുമ്പോഴത്തേക്കും കുറേ കൂടെ കോമ്പറ്റിറ്റീവായ, കുറേ കൂടെ കോമ്പീറ്റൻസി ഉള്ള, കുറേ കൂടെ എംപതറ്റിക്കായ, ഓഫ് കോഴ്സ് ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൊബൈൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ അഡിക്ഷൻ ഉള്ളവരിൽ എംപതി വളരെയധികം കുറയുന്നതായിട്ട് പഠനങ്ങളുണ്ട്. എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവനെ സഹായിക്കണം എന്നുള്ള ഒരു ഹാർട്ടിൽ നിന്ന് വരുന്നൊരു ഫീൽ. മറ്റവൻ്റെ വിഷമം എൻ്റെ കൂടെ വിഷമമായി മാറി ഞാൻ അതിൽ ഇടപെടുന്ന ഒരവസ്ഥ മാറിയിട്ട് അവൻ വിഷമിക്കുമ്പോൾ ആ വിഷമം മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നിടത്തേക്ക് നമ്മുടെ കുട്ടികളെ മൈൻഡ് എത്തിപ്പോകുന്നുണ്ട്. നമ്മളുടെ അടക്കം മൈൻഡ് എത്തിപ്പോകുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് പണ്ട് നമ്മളിരുന്ന് TV ചാനലുകളിൽ കണ്ടിരുന്ന സംഗതികൾ കാട്ടി അപ്പുറത്തെ വയലൻസ് നമുക്ക് ഇരുന്ന് കാണാൻ പറ്റും മൊബൈലിലൊക്കെ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഹാർഡായി തുടങ്ങി, നമ്മൾ അറിയുന്നില്ല സുഹൃത്തെ. അപ്പോൾ ഇൻ ഷോർട്ട് ഞാൻ പറഞ്ഞൊരു 4-5 മെത്തേഡ്സ് ഇതൊക്കെയാണ്. ഈ രീതിയിലൊന്ന് വർക്കൗട്ട് ചെയ്യുക, ഡെഫിനറ്റ്ലി നമുക്ക് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അവരുമായിട്ട്, ദാറ്റ് മീൻസ് നമ്മളൊരു റോൾ മോഡൽ പാരൻ്റ് ആവുകയും അതുപോലെ തന്നെ സ്ലീപ്പിംഗ് ടൈമിൽ ഈ സാധനം ഉപയോഗിക്കാതിരിക്കുകയും ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് മെൻ്റൽ വെൽബീയിങ്ങിനെ ഉണർത്തുകയും അവരുടെ ഇന്നർ പോയിന്റ്സ്, ഇന്നർ പൊട്ടൻഷ്യലിനെ തിരിച്ചറിയുകയും അതിലേക്ക് അവരെ നയിക്കുകയും എല്ലാത്തിനുപരി പ്രസൻ്റായിട്ട് ബോധത്തിൽ നമ്മൾ നിൽക്കുക എന്നുള്ള ഒരു ടോപ്പ് ലെയർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ടു സം എക്സ്റ്റെൻറ്റ്, ഐ ഡോണ്ട് സേ ദാറ്റ് 100%, കാരണം എനിക്കും 100% നമുക്കാർക്കും ഈ ഒരു വിഷയത്തെ സോൾവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ബട്ട് എല്ലാത്തിനും ഒരു ടു സം എക്സ്റ്റെൻറ്റ് ഉണ്ട്. അതിലേക്ക് നമുക്കിതിനെ കൊണ്ടുവരാം. ഇതിൻ്റെ ടെക്നോളജിയുടെ എല്ലാ പോസിറ്റീവ് സൈഡിനെയും ഉപയോഗപ്പെടുത്താനും പറ്റും. കാരണം സ്വന്തം റൂമിലിരുന്നിട്ട് ലോകത്ത് നടക്കുന്ന മുഴുവൻ വിഷയങ്ങളും മുഴുവൻ സബ്ജക്റ്റുകളും ഇഷ്ടമുള്ള കലാലയങ്ങളിലെ കോഴ്സ് വരെ പഠിക്കാവുന്നിടത്താണ് ലോകം പോകുന്നതെന്ന് കേംബ്രിഡ്ജിൻ്റെയും മിഷിഗൻ്റെയും മസാച്യുസെറ്റ്സിൻ്റെയും ഫ്രീ കോഴ്സുകൾ നമ്മളെ കുട്ടികൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. IITയിലെ പ്രൊഫസർമാർ ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ആപ്പുകളുണ്ട്. ഇതിൽ നിന്നെല്ലാം വിദ്യാഭ്യാസം നമുക്ക് കിട്ടും. പണ്ടൊരു ജസ്റ്റ് ക്ലാസ് റൂമിൽ ഏതോ ഒരു ടീച്ചറുടെ എന്തൊക്കെയോ പറയുന്നതിനപ്പുറത്ത് നിന്ന് കുട്ടികൾക്ക് ലോകത്തെ കാണാൻ പറ്റും. സോ എപ്പോഴും അവരെ മുകളിൽ നിന്ന് വാച്ച് ചെയ്യുന്ന ഒരു ഫീല് നമുക്കുണ്ടാവുക. ബി എ ഗുഡ് ഫ്രണ്ട് ലൈക്ക് ദം. അവരുടെ ഒരു നല്ലൊരു സുഹൃത്തിനെ പോലെ ആകുക കൂടെ ചെയ്താൽ ഡെഫിനറ്റ്ലി നമുക്ക് അവരെ പിടിക്കാൻ പറ്റും, പൊളിച്ചടക്കാൻ പറ്റും. വേറെ വിഷയങ്ങൾ ഒന്നും തന്നെ ഇല്ല. സോ ഐ വിഷ് ഓൾ ദ വെരി സക്സസ് ആൻഡ് താങ്ക് യു സോ മച്ച്.